2005 ഓഗസ്റ്റ് 1 രാത്രി. സ്ഥലം എറണാകുളം ജില്ലയിലെ പറവൂർ. പതിവ് പോലെ പെട്രോളിങ്ങിനായി ഇറങ്ങുകയായിരുന്നു പോലീസിന്റെ ഒരു കൂട്ടം സംഘം. പെട്ടെന്നായിരുന്നു അവരുടെ ശ്രദ്ധയിലേക്ക് ആ കാഴ്ച വന്നത്. നഗരത്തിന്റെ ബിവറേജിന്റെ സമീപം ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. പെട്ടെന്നു തന്നെ അയാളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും പോലീസിന് അയാളെ രക്ഷിക്കാനായില്ല. ആ ഒരു ബിവറേജിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് ആയിരുന്നു അത്. ഉടൻ തന്നെ പോലീസുകാർ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിനിടയിലാണ് ബിവറേജിന്റെ പുറകിലുള്ള ചുമരിൽ ഒരു ദ്വാരം അവർ കണ്ടെത്തുന്നത്. അന്നേ ദിവസം ബിവറേജ് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മോഷണ ശ്രമമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മോഷണ സമയത്ത് സെക്യൂരിറ്റി ഒച്ച വെച്ചതിനാൽ ആ ഒരു സമയത്ത് സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തൊക്കെ തന്നെയാണെങ്കിലും പോലീസിന് പ്രതിയെ കണ്ടെത്താനായില്ല. തന്നെ വാർത്താമാധ്യമങ്ങൾ വഴി ഈ ഒരു വിഷയം ഒരുപാട് പേർ അറിയുകയും പ്രതിയെ കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യം കണക്കിലെടുത്ത് പോലീസിനെതിരെ പ്രതിഷേധിക്കാനും ആരംഭിച്ചു. ലോക്കൽ പോലീസിന് തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി. എന്നാൽ ക്രൈംബ്രാഞ്ചിനും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് 2006 ഒക്ടോബർ 4 നാടിനെ നടുക്കിയ മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന സ്ഥലത്ത് രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്ന ബേബി എന്ന സ്ത്രീയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. അടുത്ത് അബോധാവസ്ഥയിൽ രാമകൃഷ്ണനെയും കണ്ടെത്തി. ഈ ഒരു കേസിൽ ബേബിയുടെ ഒരു കൈ മുറിച്ച് മാറ്റപ്പെട്ട രീതിയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ മോഷണം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു. വീട്ടിലെ സ്വർണവും പണവും എല്ലാം തന്നെ കവർന്നിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനായി വീട്ടിലെ എല്ലാ റൂമുകളിലും മണ്ണെണ്ണ സ്പ്രേ ചെയ്തിരുന്നു. അപ്പോഴും പ്രതിയെക്കുറിച്ച് പോലീസുകാർക്ക് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല. ഈയൊരു കേസും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ലോക്കൽ പോലീസ് അവർക്ക് പറ്റുന്ന രീതിയിൽ അന്വേഷണം തുടർന്നു. നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരെയും ചോദ്യം ചെയ്തു. നാട്ടിലെ പ്രധാന കുറ്റവാളിയായിരുന്ന ഷിബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഷിബുവിന് ഈയൊരു കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞു. എന്നാൽ ഷിബുവിൽ നിന്നും തമ്പി എന്ന വ്യക്തിയെക്കുറിച്ച് പോലീസ് അറിയുകയുണ്ടായി. പിന്നീട് തമ്പി എന്ന വ്യക്തിയുമായി പോലീസ് സൗഹൃദം സ്ഥാപിച്ചു. ഒരു സാധാരണക്കാരന്റെ വേഷത്തിലായിരുന്നു പോലീസ് തമ്പിക്ക് മുന്നിലെത്തിയത്. തമ്പിക്ക് മദ്യം വാങ്ങി നൽകിയത് പോലീസാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തമ്പി മദ്യലഹരിയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ജയാനന്ദനെ പറ്റി പറയുകയുണ്ടായി. തുടർന്ന് ജയാനന്ദനെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യമൊന്നും ജയാനന്ദൻ പോലീസുകാരുമായി സഹകരിച്ചില്ല. പിന്നീട് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരം കൃത്യമായി തന്നെ പോലീസിനോട് പറയുകയാണ്. ബിവറേജിലെ മോഷണ ശ്രമത്തിൽ സെക്യൂരിറ്റി ബഹളമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊല ചെയ്യേണ്ടി വന്നു. തുടർന്ന് പുത്തൻവേലിക്കരയിലെ കൊലപാതകത്തെക്കുറിച്ചും ജയാനന്ദൻ പോലീസിനോട് പറയുകയാണ്. രാമകൃഷ്ണനെ കമ്പി വെടികൊണ്ട് തലക്കടിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം ഉറങ്ങുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ തലക്കടിച്ചു കൊന്നു. കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവള ഊരാൻ കഴിയാതെ വന്നപ്പോഴാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് എന്നും പ്രതി പറയുകയാണ്.